ഇതിപ്പോൾ രാവിലെ മുതൽ തെരഞ്ഞ് 1, 2, 3, 4, 5, 6 ബോഡികൾ 6 മൃതശരീരമാണ് ഇപ്പോൾ കിട്ടിയത്. അപ്പോൾ പൂർണ്ണമായും മൃതശരീരം എന്ന് ഒന്നും പറയാൻ പറ്റില്ല. ശരീരത്തിൻ്റെ ഭാഗങ്ങളാണ് എല്ലായിടത്തു നിന്നും കിട്ടിയിട്ടുള്ളത്. ഇനിയും ചില സ്ഥലങ്ങളിൽ കിട്ടി അത് അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇതുപോലെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും ദുഷ്കരമായ കാര്യം. ഏറ്റവും കുറഞ്ഞത് 12 കിലോമീറ്ററോളം ദൂരം ഇത്തരത്തിൽ കൊണ്ടുവരേണ്ടതുണ്ട്. ഈ രീതിയിൽ വടം കെട്ടി അതിൽ പുതപ്പ് കൊണ്ട് കവർ ചെയ്ത് ഇങ്ങനെയാണ് ഈ മൃതദേഹം ഇപ്പോൾ കൊണ്ടുവരുന്നത്. രാവിലെ 6 മണി മുതൽ തുടങ്ങിയ ഈ പരിശോധനയ്ക്കൊടുവിലാണ് ഇത്തരത്തിൽ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ പലയിടത്തു നിന്നുമായി കണ്ടുകിട്ടിയത്. ഇതിപ്പോൾ എത്ര കിലോമീറ്റർ പോലെ കൊണ്ടുപോകണം? ഒരു ഓൾമോസ്റ്റ് ഒരു 6 കിലോമീറ്റർ 6 കിലോമീറ്റർ ഉണ്ടാവും. ഈ പുഴയിലൂടെ നടക്കണം, വേറെ വഴിയില്ല? ഇല്ല, വേറെ വഴിയില്ല. ഒരു 6 കിലോമീറ്ററോളം ഇനി പുഴയിലൂടെ നേരെ നടന്നു കഴിഞ്ഞാലുള്ളൂ വണ്ടി വരാനുള്ള ഓപ്ഷൻ ഉള്ളൂ. നമ്മളിപ്പോൾ രാവിലെ ഇങ്ങോട്ട് നടന്നു കുറച്ച് സ്ഥലത്ത് ഇവിടെ ഒരു റോഡിൻ്റെ ഫാമിൻ്റെ ഭാഗത്ത് ഫാമിൻ്റെ ഭാഗത്ത് അവിടെ ഇറങ്ങണം. അവിടെ വരെ ആംബുലൻസ് വരും. അവിടെ നിന്ന് അങ്ങോട്ടൊരു 6 കിലോമീറ്ററോളം ഉണ്ട്. അത് നടന്നു കൊണ്ടുപോകണം. ഒരു പ്രയാസമുള്ളത്. ഇല്ല, നമുക്ക് കഴിയില്ല. കാരണം ചില ഇവിടെ വലിയ കല്ലുകളൊക്കെ ഉള്ളത് കാരണം ഒഴുക്ക് കൂടുതലാണ്. പിന്നെ എത്രമാത്രം ഡീപ്പായിട്ട് ആഴുണ്ടെന്ന് അറിയില്ല. അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണ് അപ്പുറത്ത് പോയിട്ട് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവിടെ താഴെ നിന്നൊരു തുരുത്തുണ്ട്. അവിടെ നിന്നൊരു 6 ബോഡികളൊക്കെ കിട്ടി രാവിലെ. അവിടെ അത് ഇങ്ങോട്ട് പുറത്തേക്ക് എത്തിക്കാനുള്ള സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒക്കെ റോപ്പ് വഴിയാണ് ചെയ്യുന്നത്. അപ്പുറത്തേക്ക് അങ്ങോട്ട് പോകാൻ പ്രയാസമാണ്. ഒരുപാട് സാധ്യത. ഇപ്പം നമ്മൾ കിട്ടിയതൊക്കെ അപ്പോൾ അങ്ങനെ തങ്ങി കിടക്കുന്നിടത്താണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളതൊക്കെ. ഇനിയും അതുപോലത്തെ സ്ഥലങ്ങളിലും അതുപോലെ ഈ മണ്ണിൻ്റെ അടിയിലൊക്കെ വരാനാണുള്ള സാധ്യത. ഈ മണ്ണൊന്നും മാന്തി നോക്കാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് അതിലൊക്കെ ഉണ്ട് എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മൾ നിൽക്കുന്നത്. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ അടിയൊക്കെ നല്ലതുകൊണ്ട് നീന്തിയാണ് എത്താൻ പറ്റുന്നില്ല. അവിടെ നിന്നൊക്കെ നീന്തി കഴിഞ്ഞാൽ അവിടെയാണ് പോയത്. അപ്പോൾ അപ്പുറത്തേക്ക് എത്തണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും. ഒരു 200 അവിടെയാണ് എത്തണത്. പിന്നെ അവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരു ബോഡി അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇവിടെ കാലറ്റ് 2 കാലറ്റ് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അടിയൊക്കെ നല്ലതുകൊണ്ട് എത്തി വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പുഴയിലിറങ്ങി പാസ്സായിട്ട് കയറിട്ടിട്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധാക്കിയിട്ട് പിന്നെ അങ്ങോട്ട് സാധനങ്ങളൊക്കെ അങ്ങോട്ട് മാറ്റി കൊടുക്കുകയാണ്. അതായത് ഇവിടെ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ മാത്രമാണ് പുഴയിലിറങ്ങണത്. മറ്റുള്ളവരൊക്കെ ഇവിടെ കൈസഹായമായിട്ട് പുറത്ത് ചെയ്തു കൊടുക്കും. തെരഞ്ഞ ഭാഗത്തുനിന്ന് അതായത് പൊന്തി ഒഴുകി വരുന്നതൊക്കെ കിട്ടുന്നുണ്ട്. അതുപോലെ പാലത്തിൻ്റെ അവിടെ നിന്നൊക്കെ കിട്ടിയല്ലോ. ഇന്ന് 2 ബോഡി അവിടെ നിന്ന് കിട്ടി. പിന്നെ അങ്ങനെ ഒഴുകി വരുന്നതാണ് കിട്ടുന്നത്. ഇതൊക്കെ അടിഞ്ഞത് ഇന്നലെ ഒന്നും ഇവിടേക്ക് എത്തിയിട്ടില്ല. ഇന്നലെ പ്ലാന്റേഷൻ വരെ പരിശോധനയ്ക്ക് എത്തിയിട്ടുള്ളൂ. അവിടുന്ന് മുകളിലേക്ക് വരാൻ കഴിഞ്ഞില്ല. ഇരുട്ടായി കഴിഞ്ഞാൽ ഇങ്ങോട്ട് പോകൽ നടക്കൂല. ആനയും കാര്യങ്ങളൊക്കെ ഉള്ളത്.